രാജസ്ഥാനിൽ ജയ്പൂരിലേക്ക് എത്തിയപ്പോ റൈനോക്സിന്റെ ഒരു പെട്ടി നമുക്ക് അയച്ചു തന്നിട്ടുണ്ടാ. ഇതിനുള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഒരുപാട് സാധനങ്ങളുണ്ട്. പെട്ടിയുടെ വലിപ്പം കണ്ടില്ലേ, എത്ര ഉണ്ട് സാധനം. നമ്മുടെ ലഡാക്ക് റേഞ്ചിലുള്ള സാധനങ്ങളാണ്. ജാക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ റെയിൻ കോട്ട് ഉണ്ട്, റെയിൻ പാന്റ് ഉണ്ട്, അതുപോലെ തന്നെ 2 ഗ്ലൗസ് ഉണ്ട്, ഒരു എയർ ജിറ്റി പാന്റ് ഉണ്ട്. രാജസ്ഥാനിൽ ഇങ്ങനെ ഒരു സ്ഥലമുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എല്ലാരും രാജസ്ഥാൻ എന്ന് ഓർക്കുമ്പോൾ മരുഭൂമിയാണ് ചിന്തിക്കണത്. പക്ഷെ ഇതൊരു കിടിലൻ പ്ലേസ് ആണ് കേട്ടോ. രാജസ്ഥാനില നല്ല കൂളിംഗ് ആണ്. നമ്മുടെ ഊട്ടിയും കൊടൈക്കനാലൊക്കെ പോലെയാണ് ഈ ഒരു ലൊക്കേഷൻ. അങ്ങനെ നമ്മൾ ഗുജറാത്തിൽ വന്നിട്ട് 2 ദിവസം ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റാതെ റൂം എടുത്ത് കിടക്കുകയാണ്. 3-ാമത്തെ ദിവസം രാവിലെ തന്നെ എണീറ്റ് നമ്മൾ സ്ഥലം പിടിക്കുക. ഗുജറാത്ത് ഒന്നും തന്നെ കാണാനില്ല, ഒരു വൈബും ഇല്ലാത്തൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം ഗുജറാത്ത്. എനിക്കൊരു ഫീൽ ചെയ്ത് അങ്ങനെയാണ് കേട്ടോ. കാരണം ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് പോയി കഴിഞ്ഞാൽ രാജസ്ഥാൻ ബോർഡറാണ്. ഇവിടെ നേരെ രാജസ്ഥാനിലേക്ക് പിടിക്കുക. ഇനി അവിടെ ചൂട് കൂടുതലായിരിക്കും. എങ്കിലും എന്താ അവസ്ഥയെന്ന് നമുക്കറിയില്ല. ഇവിടുന്ന് നമ്മൾ പിടിയേ പറ്റും. ഇതൊരു ഗ്രാമങ്ങളുടെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 6 മണിയായി. ഏകദേശം ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോൾ ഇവിടെ ചൂട് തുടങ്ങും. അതിനു മുമ്പ് ഈ ഗ്രാമങ്ങൾക്കുള്ളിൽ കൂടി കയറി നമ്മൾ നേരെ രാജസ്ഥാനിലെ മൗണ്ട് അബു എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നല്ല ഈ ഒരു ഇത്ര വേനലും അവിടെ നല്ല തണുപ്പായിരിക്കും എന്നാണ് പറയണത്, നട്ടുച്ചക്കാണെങ്കിൽ പോലും. അങ്ങനെ ആ ഒരു ലൊക്കേഷനിലേക്കുള്ള വെച്ച് പിടുത്തോട്ടെ. ഗുജറാത്തിലെ ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അതുകൊണ്ട് അവിടെ പോയിട്ടൊന്ന് ചില്ലായിട്ട് വേണം നമുക്കിനി ജയ്പൂരേക്ക് പോകാനുള്ളത്. വീടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ കുറവാണ്. അടുത്തടുത്ത് അങ്ങനെ വീടും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു റൂട്ട്. ശരിക്കും ഒരു ഹള്ളി കുഗ്രാമമാണ് ശരിക്കും ഈ ഏരിയ. അങ്ങനെ നമ്മൾ ഇന്ന് നേരെ ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാനിലേക്ക് വിടിയേട്ടാ. മൗണ്ട് അബു എന്ന് പറയുന്ന ഒരു സ്പോട്ടിലേക്ക് വിടണം. അത് രാജസ്ഥാനിലെ മരുഭൂമിയല്ല, കുറച്ച് തണുപ്പൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ആ ഒരു റൂട്ടിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഗുജറാത്തിൽ നിന്ന് രാവിലെ ഇന്നലെ ടെൻ്റ് അടിച്ച് കിടന്ന പമ്പിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ ഇന്ന് രാവിലെ 6 മണിക്ക് നമ്മൾ റെഡിയായി ഇറങ്ങിയതാണ്. വെയിൽ വരും മുമ്പ് ഒരു 10 മണിക്ക് മുമ്പ് ആ ഒരു ചുരം കയറി നേരെ മൗണ്ട് അബു എന്ന് പറയുന്ന സ്ഥലം പിടിക്കണം. ഇവിടുത്തെ റോഡിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പശു. കണ്ട ഇതേപോലെ സ്ലോ മോഷനിലായിരിക്കും നടന്നു വരുന്നത്. ഈ സെയിം സാധനം നമുക്ക് രാത്രിയും കിട്ടും. രാത്രിയാണ് നമ്മൾ പെട്ടുപോണത്. അങ്ങനെ നമ്മൾ ഇതേ ഗുജറാത്ത് ബോർഡർ കഴിയാനായിട്ടാണ്. ഇനി നമ്മൾ നേരെ ചെന്ന് കയറാൻ പോണത് രാജസ്ഥാനിലേക്കാണ്. ഏകദേശം ഗുജറാത്ത് രാജസ്ഥാൻ ബോർഡറിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ മാറിയാണ് ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ പെട്ടെന്ന് തന്നെ രാജസ്ഥാനിലേക്ക് എത്താൻ പറ്റി. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു രാജസ്ഥാൻ്റെ ചെക്ക് പോസ്റ്റ്. ഇല്ല, ഇത് ഗുജറാത്തിൻ്റെയാണ്. ഇനി അടുത്തത് രാജസ്ഥാൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മൾ ഇന്ത്യയൊക്കെ വരാൻ പ്ലാനുള്ള ഒരു മാക്സിമം ഗുജറാത്ത് സ്കിപ്പ് ചെയ്തോ. ഈ ഒരു സമ്മർ സീസണിലാണ് വന്നേക്ക്. പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനുമില്ല, ഒന്നുമില്ല. വെറുതെ ഗുജറാത്ത് വെറും വേസ്റ്റാണ് ശരിക്കും. ഗുജറാത്തിൽ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിൻ്റർ സീസണിൽ വന്നാലേ കാര്യമുള്ളൂ. ഈ സമ്മറിൽ വന്നു കഴിഞ്ഞാൽ ആകെ നമ്മൾ പഴുത്തു പോകും. പകലിവിടെ ഒരു 8 മണിയാകുമ്പോൾ തന്നെ വെയിൽ വന്ന് തുടങ്ങും. പിന്നെ നമുക്കുണ്ടല്ലോ പുറത്തിറങ്ങാൻ പറ്റില്ല. ഒരു 7 മണിയായാലും ഇവിടെ ഇരുട്ടിയിട്ടുണ്ടാവില്ല. ഒരു 7:30 ഇവിടെ ഒരു ഇരുട്ട് വീഴാനായിട്ട്. ആ ഒരു സമയമായാലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഒരു റൂട്ട് രാത്രി ഒരു അൺസേഫ് ഏരിയയാണ്. രാത്രി ഈ റൂട്ടിലൂടെ ആരും യാത്ര ചെയ്യാൻ പാടില്ല. ഒരുപാട് കരടികളും പുലിനെയൊക്കെ സ്പോട്ട് ചെയ്യണ ഒരു റോഡാണിത്. ശരിക്കും ഒരു ഡേഞ്ചർ ഒരു റൂട്ടാണ്. രാത്രി ഞാൻ ഈ റൂട്ടിൽ പോട്ടെ എന്ന് ചോദിച്ച സമയത്ത് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു രാത്രി സേഫാണ്. കരടികളൊക്കെ കൂട്ടത്തോടെയാണ് ഈ ഒരു റൂട്ടിൽ രാത്രി ഇറങ്ങണമെന്നാണ് പറയണത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റൂട്ടിലൂടെ ആരും രാത്രി വന്ന് പോകാനുള്ള പ്ലാൻ ഇടരുത്. അല്ലാതെ ഡേ ടൈമിൽ വേണം പോകാൻ. ഈ മൗണ്ട് അബു എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഒരുപാട് കരടികളും പുലികളൊക്കെ ഒരുപാടുള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ ചിലർ പറയും സേഫാണ്, പൊക്കോളാൻ പറയും. പക്ഷെ നമ്മളിവിടെ ലാസ്റ്റ് എത്തിയ സ്ഥലത്ത് ആൾക്കാരാണ് പറഞ്ഞത് ഈ റൂട്ടിൽ പോകേണ്ടത്. ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞാൽ സേഫാണ്, എപ്പോൾ വേണേലും പോകാന്നുള്ള രീതിയിലൊക്കെയാണ്. രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കൂരി ഇരുട്ടായിരിക്കും. വെട്ടവും വെളിച്ചവും വീടുകളൊന്നും ഒട്ടും തന്നെ അടുത്തടുത്തില്ല. അങ്ങനത്തെ ഒരു റൂട്ടാണ് ഈ ഗുജറാത്ത് ബോർഡറിൽ നിന്ന് നേരെ നമ്മൾ മൗണ്ട് അബു എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടിൽ ചെന്ന് കയറണം. ഫുള്ള് ഗ്രാമങ്ങൾ തന്നെയാണ് ഇവിടെ. ഇത് കണ്ട കുറേ ആട്ടിടയന്മാരുടെ കാഴ്ചകൾ. ഇവിടെ വന്നപ്പോൾ രാജസ്ഥാനിലെ വേഷങ്ങളൊക്കെ കേട്ടോ. ഇവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഗുജറാത്തിൽ നിന്ന് നമ്മൾ രാജസ്ഥാനിലേക്ക് കയറിയപ്പോൾ ഉണ്ടായ മാറ്റം കേട്ടോ. ഇവരുടെ ഡ്രസ്സിങ്ങും തലയിലൊരു കെട്ടും കയ്യിലൊരു വടിയും ഇങ്ങനത്തെ ആൾക്കാരെയാണ് നമുക്കിപ്പോൾ കൂടുതലും കാണാൻ പറ്റുന്നത്. അങ്ങനെ ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാൻ ഈ മൗണ്ട് അബു എന്ന് പറഞ്ഞ ഈ ഒരു റൂട്ടിലേക്ക് കയറിയിട്ടാ. ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. ഗുജറാത്തിലെ പോലെ മടുപ്പില്ല ഈ ഒരു റൂട്ടിലേക്ക് വന്നിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ചുരം കയറി ഫോറസ്റ്റ് കയറി നേരെ മേളിലേക്ക് പോകാൻ പോയേ. ഇതൊരു അടിപൊളി സ്പോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുജറാത്ത് മൊത്തത്തിലൊരു വെറുപ്പായിരുന്നു ആ ഒരു റൂട്ട്. അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോഴാണ് റൂട്ട് കാഴ്ചകളൊക്കെ ഒന്ന് മാറി ഒരു ചെറിയൊരു വൈബിലേക്ക് എത്തി. ഇന്ത്യയൊക്കെ പോണവർ ഈ ഒരു റൂട്ട് കയറിയിട്ട് പോകാൻ വലിയ ദൂരമൊന്നുമില്ല. കുറച്ചൊന്ന് മേളിലേക്ക് കയറി ഇറങ്ങി പോകാനാണ് എൻ്റെ പ്ലാൻ. ഇന്നിവിടെ സ്റ്റേ ഒന്നുമില്ല, വെറുതെ ഒന്ന് കയറിയിട്ട് തിരിച്ചിറങ്ങാനാണ് പ്ലാൻ. എന്താണ് ഈ ഒരു സ്ഥലം എന്നുള്ളത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ചുരം കയറി നമ്മൾ നേരെ മേലെ എത്തിയാൽ മാത്രം മതി. രാത്രിയിൽ ഏറ്റവും അൺസേഫ് ആയിട്ടുള്ള ഏരിയ ഈ റോഡാണ് കേട്ടോ. ഈ റോഡിലൂടെ രാത്രി മാക്സിമം വരരുത്. ഈ ഒരു റൂട്ടിലൂടെയാണ് ഏറ്റവും കൂടുതലും കരടികൾ. ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് കരടിയും
പുലികളൊക്കെ ഒരുപാട് സ്പോട്ട് ചെയ്യുന്ന റൂട്ടാണ്, പതിയെ പോകണം, വണ്ടി നിർത്തരുത്, കുരങ്ങന്മാർക്ക് ഫീഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഇതാ നമ്മുടെ നാട്ടിലെ പോലെ ചോളവും സംഭവങ്ങളൊക്കെ ഇവർ റെഡിയാക്കുന്നുണ്ട് കേട്ടോ രാവിലെ. ഇതൊരു ചെറിയ ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ്. ഊട്ടിയും കൊടൈക്കനാലൊക്കെ പോലെ ചെറിയൊരു ഹിൽ ഏരിയയാണ് രാജസ്ഥാൻ്റെ. അപ്പോൾ നമ്മുടെ ആ നാട്ടിലും കാണുന്ന പോലത്തെ തന്നെ ചോളമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടി. ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം ചെറിയ തണുപ്പുണ്ട് കേട്ടോ. ഈ ഒരു ടൗണിനകത്താണെങ്കിലും ഒരു കൂളിംഗ് ഉണ്ട് നല്ല. അത്യാവശ്യം ചെറിയൊരു ടൗണാണ്, കടയും കാര്യങ്ങളും സെറ്റപ്പും എല്ലാം ഉണ്ട്. ഇതൊരു കിടിലൻ പ്ലേസ് ആണ് ശരിക്കും. രാജസ്ഥാനിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ള കാര്യം എൻ്റെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു ശരിക്കും. രാജസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മരുഭൂമിനെ പറ്റിയാണ് കൂടുതലും ചിന്തിക്കുന്നത്. പക്ഷേ ഇതൊരു ശരിക്കും ഊട്ടിയും കൊടൈക്കനാലൊക്കെ പോലെ ചെറിയൊരു ഹിൽ സ്റ്റേഷൻ. വിൻ്ററിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല കിടിലൻ തണുപ്പായിരിക്കും ശരിക്കും. വിൻ്ററിൽ ശരിക്കും മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത്രയും വലിയ സമ്മറിൽ പോലും ഇതിലും വഴിയൊക്കെ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. ഈ പറഞ്ഞ ഗുജറാത്തിലോ വേറെ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടാത്ത അടിപൊളിയൊരു വെതറാണ്. അപ്പോൾ ഓളിറ്റിയൊക്കെ അടിക്കുന്നവർ ചൂടൊക്കെ കൊണ്ട് നശിഞ്ഞായിരിക്കും വന്നത്. ഈ ഒരു സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് നല്ല ചില്ലായിട്ട് പോകാം. വേറെ ഒന്നും കൂടെ ഞാൻ ഉദ്ദേശിക്കണില്ല. നമ്മൾ മൗണ്ട് അബൂന്ന് പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങിയിട്ട് അധികം നേരം നിന്നില്ല. ചെന്ന് കയറിയപ്പോൾ തന്നെ നമുക്ക് റൈനോക്സിൽ നിന്നൊരു കോഡ് വന്ന് റൈനോക്സിൻ്റെ കുറച്ച് പ്രൊഡക്റ്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ജയ്പൂരിലെ സ്റ്റോറിൽ പോയി കളക്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിതേ 2 ദിവസം മുമ്പ് അറിഞ്ഞ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇന്ന് ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ സാധനം ഇന്നലെ അവിടെ എത്തിയിട്ടുണ്ട്. കാരണം നമ്മളിതേ പെട്ടെന്ന് തന്നെ രാജസ്ഥാൻ പെട്ടെന്ന് ക്രോസ് ചെയ്യാനാണ് പ്ലാൻ. ജയ്പൂർ പോയി സാധനം കളക്ട് ചെയ്ത് പെട്ടെന്ന് ഹരിയാന കയറാനാണ് എൻ്റെ പ്ലാൻ. ഇതിലെ വഴി ഇതേപോലെ കിടിലൻ റോഡുകളൊക്കെയാണ് പറക്കാൻ. നമ്മൾ ഗുജറാത്തിൽ നിന്ന് വന്ന് മാറി കയറി രാജസ്ഥാൻ്റെ റോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 റോഡുകളാണ്. വണ്ടി എങ്ങനെയൊക്കെ ഓടിച്ചാലും 100-120 ഈ ഒരു റൂട്ടിൽ പോകുള്ളൂ. പക്ഷേ അത് നമുക്ക് സ്പീഡ് അറിയാൻ പോലും തോന്നില്ല. അങ്ങനത്തെ റോഡാണ്. വളവോ തിരിവോ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് രാജസ്ഥാൻ കയറിയിട്ട്. അത്യാവശ്യം നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു റൂട്ടിൽ. മൗണ്ട് അബു ഇറങ്ങി നമ്മൾ താഴേക്ക് വന്ന് ഈ ഒരു റൂട്ട് ജയ്പൂരേക്കുള്ള ഈ ഒരു റൂട്ടിലേക്ക് കയറിയപ്പോൾ തൊട്ട് ചൂടങ്ങ് തുടങ്ങി. ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഇവിടെ. ഈ ചൂടിൽ നിന്ന് രാജസ്ഥാനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എസ്കേപ്പ് ആകുക എന്നുള്ള. രാജസ്ഥാനിലും ജയ്പൂരിലേക്ക് എത്തിയപ്പോൾ റൈനോക്സിന്റെ ഒരു പെട്ടി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇതിനുള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഒരുപാട് സാധനങ്ങളുണ്ട്. വലിയ വലിപ്പം കണ്ടില്ലേ, എത്ര ഉണ്ട് സാധനം. നമ്മുടെ ലഡാക്ക് റേറ്റിലുള്ള സാധനങ്ങളാണ്. എന്തൊക്കെയാണെന്ന് പൊട്ടിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. ജാക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ റെയിൻ കോട്ട് ഉണ്ട്, റെയിൻ പാന്റ് ഉണ്ട്, അതുപോലെ തന്നെ 2 ഗ്ലൗസ് ഉണ്ട്, ഒരു എയർ ജിറ്റി പാന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇതാ ഒരു ടാങ്ക് ബാഗ് കിട്ടിയിട്ടുണ്ട്. നമ്മള് നേരെ ഗുജറാത്തിൽ നിന്ന് നേരെ രാജസ്ഥാനിലെ ജയ്പൂരിലേക്ക് വിട്ട് നേരെ വെച്ച് പിടിച്ചിട്ടാണ്. കാരണം ഒന്നാമത്തെ ഭയങ്കര ചൂട് ഒരു രക്ഷയില്ല. പിന്നെ ഈ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അത് കാരണം നേരെ ഓടിപ്പോയി നമ്മൾ ഫുള്ള് റൈനോക്സിന്റെ ഗിയറിലേക്ക് മൊത്തം അപ്ഗ്രേഡ് ചെയ്ത് ഇനിയിപ്പോ നമ്മള് ഫുൾ ഗിയർ റൈനോക്സ് ആണ് ഇനിയിപ്പോ യൂസ് ചെയ്യാൻ പോകുന്നത്. ലഡാക്കിലേക്കൊക്കെ പോകാൻ നേരം ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡിന്റെ റൈഡിങ് ഗിയറുകൾ വാങ്ങിയിട്ട് വേണം നിങ്ങൾ വരാൻ. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നും നമ്മുടെ ഗിയറുകൾ കുറച്ചും കൂടെ ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു അവിഞ്ഞ പോലെ ഒരു അവസ്ഥയായിരുന്നു. അത് കാരണം ഫുൾ ഗിയറുകളാണ്. അപ്പൊ റൈനോക്സ് നമുക്ക് നമ്മുടെ ലഡാക്ക് റൈഡിന് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തേക്കുന്നത്. കിടിലൻ ജാക്കറ്റ് ആണ് കേട്ടോ. റൈനോക്സിന്റെ ലെവൽ 2 ജാക്കറ്റ് ആണ് കേട്ടോ, ടൊർണാഡോ 4 Pro. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈൻ ഇതായിരുന്നു കേട്ടോ സാധനം. കിടിലൻ കളറാണ് കേട്ടോ സാധനം. കറക്റ്റ് അത് തന്നെ ഈ സാധനം കിട്ടി. ഞാൻ റൈനോക്സിന്റെ എന്തെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കളർ ഡിസൈൻ ഇതാണ് സാധനം. കിടിലൻ ജാക്കറ്റാണ്. ഇവിടെ നല്ല ഒരു മെഷ് സിസ്റ്റമാണ് ഇവിടെ ഫിക്സ് ചെയ്തേക്കണം. കാരണം അത്യാവശ്യം നല്ല എയർ നമുക്ക് പാസ് ചെയ്യും. ഇവിടെയൊക്കെ ഫുള്ള് മെഷാണ് ഇതിന്റെ വന്നത്. ഇത് ക്രമസ്റ്റർ ഗ്ലൗസ് ആണ് കേട്ടോ റൈനോക്സിന്റെ. എനിക്ക് നല്ലൊരു കളറായിട്ട് തോന്നിയത് ഇതാണ്. ഫുൾ ബ്ലാക്കിൽ ചെറിയൊരു വൈറ്റ് ഡിസൈൻ വരുന്നത്. അതുപോലെ തന്നെ നല്ല പ്രൊട്ടക്ഷൻ ആയിട്ട് ഇട്ടാം. ഇതൊക്കെ കാണാൻ നല്ല ലുക്കാണ് സാധനം. അപ്പൊ ഇത് ഞാൻ ലഡാക്ക് റൈഡിന് വേണ്ടി എടുത്ത് ശരിക്കും ഇതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മൊത്തത്തിലുള്ള എല്ലാ റൈഡിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. നമ്മളിപ്പോൾ കൂടുതലും ചൂടുള്ള കാലാവസ്ഥയിൽ റൈഡ് ചെയ്യാനായിട്ട് തണുപ്പുള്ളതും സിറ്റി റൈഡും ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ എല്ലാത്തിനും കൂടി കണക്കാക്കിയാണ് ഞാനിത് വാങ്ങിയത്. ഇത് വാട്ടർ പ്രൂഫും അല്ല, വിന്റർ പ്രൂഫും അല്ല. സാധനം അങ്ങനെയുണ്ട്, കിട്ടില്ല സാധനമല്ലേ. പിന്നെ ഇവരുടെ ഈ റെയിൻ പാൻറ്, റൈനോക്സിന്റെ റെയിൻ പാൻറ് അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. പെട്ടെന്ന് ഇപ്പൊ നമ്മൾ റൈഡ് ചെയ്ത് പോകുമ്പോൾ മഴ പെയ്ത് നമുക്ക് ഈ സിബ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ബൂട്ടൊക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. കണ്ടോ, ഈസി ആയിട്ട് നമുക്കിത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള പാൻറ്റാണ് കേട്ടോ റൈനോക്സിന്റെ ഈ ഒരു സാധനം. പിന്നെ എനിക്ക് കിട്ടിയേക്കുന്ന സാധനമാണ് ഈ റെയിൻ ജാക്കറ്റ്.
റെയിൻകോട്ട് ഇത് അത്യാവശ്യം നല്ല കിട്ടിയുള്ള ക്വാളിറ്റി ആട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഒരു ക്വാളിറ്റി തോന്നുന്നുണ്ട് സാധനം. ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്ന ജാക്കറ്റ് ലാർജ് ആണ് കേട്ടോ. അപ്പൊ ലാർജിന്റെ മേലെ നിങ്ങൾ റെയിൻകോട്ട് ഇടാൻ നേരം റൈനോക്സിന്റെ പലരുടെയും ഡൗട്ടാണ് എക്സൽ വാങ്ങണോ എക്സൽ വാങ്ങണോ. പക്ഷെ റൈനോക്സിന്റെ ആണെങ്കിൽ ലാർജിന്റെ മേലെ നമ്മൾ ലാർജ് തന്നെ ഇട്ടാൽ മതി. അങ്ങനെ കണക്കാക്കിയാണ് ഇവർ പ്രൊഡക്റ്റുകളെല്ലാം ചെയ്യുന്നത്. പിന്നെ നമുക്ക് കിട്ടിയേക്കുന്ന ഈ ടാങ്ക് ബാഗ് ആട്ടോ. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ഷൂട്ടിങ് ആക്സറീസും ക്യാമറ ആക്സറീസും ട്രൈപോഡ് അങ്ങനെ പലതരം സാധനങ്ങൾ, ഫോണ്, പേഴ്സ്, ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റൂട്ടോ ടാങ്കിൻ്റെ മേലെ. പിന്നെ ഇതിൻ്റെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇത് മാഗ്നറ്റിക് ആണ്. നമുക്ക് ടാങ്കിലേക്ക് വെറുതെ വെച്ചാൽ മതി, ഈ സാധനം ഒട്ടിപ്പിടിച്ച് ഇരുന്നോളൂടെ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ മൗണ്ട് ചെയ്യാനുള്ള മൗണ്ടും തന്നെ ഉണ്ട്, നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒപ്പം ഒരു റെയിൻ കവർ തന്നെ ഉണ്ട്. പൊടീൻ്റെ പ്രശ്നവും പേടിക്കും, നമ്മളിത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പൊടിയാവൂല. ടാങ്കിൻ്റെ മേലെല്ലാം വെക്കണമല്ലേ. പിന്നെ മൗണ്ട് ചെയ്യാനുള്ളൊരു മൗണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. 21 ലിറ്റർ ആണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. ഇതെന്തായാലും നമ്മളൊരു ലോങ് റൈഡ് പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ വണ്ടിയുടെ ടാങ്കിൽ ഈ സാധനം ഉണ്ടെങ്കിണ്ടല്ലോ കുറേ ഈസി ആവും. കാരണം ഞാൻ കൂടുതലും ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പവർ ബാങ്ക് ചാർജ് ചെയ്തിടണം, 2 പവർ ബാങ്ക് ഉണ്ട്. അപ്പോൾ റണ്ണിങ്ങിൽ പറഞ്ഞാൽ ഞാൻ കുത്തിയിട്ടേക്കും. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് വണ്ടിയുടെ അവിടെ നിന്ന് എടുത്ത് ഇതിൽ ടാങ്ക് ബാഗിൽ ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഫുൾ ചാർജായി കിട്ടും. ആ ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ ഇത് വാങ്ങിയത്. പിന്നെ ജസ്റ്റ് നമുക്ക് പേസ് വെക്കാം, ഫോൺ വെക്കാം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെക്കാം. ഇപ്പോൾ രാജസ്ഥാനിൽ നിന്ന് പെട്ടെന്ന് പിടിച്ച് രാജസ്ഥാൻ നേരെ പഞ്ചാബ് കയറി നേരെ ശ്രീനഗർ പിടിക്കാനാണ് പ്ലാൻ. വേറെ ഒന്നും സ്റ്റോപ്പില്ല, പെട്ടെന്ന് പിടിക്കാനാണ് പ്ലാൻ. കാരണം ചൂട് ഒരു രക്ഷയില്ല. ചൂട് കൂടിയിട്ട് ഫോൺ ഹീറ്റ് ആവാത്ത അവസ്ഥയാണ്. അതാണ് പ്രധാന പ്രോബ്ലം. ചൂട് നമുക്ക് പിന്നെ സഹിക്കാം, പക്ഷെ ഫോണിൽ ചാർജ് ചെയ്യാറില്ല. അതാണ് പ്രധാന പ്രശ്നം. അപ്പോൾ ഓക്കെ.